മുല്ലപ്പൂവ് പൂജാരിയെ സംബന്ധിച്ചിടത്തോളം ദേവൻ അർപ്പിക്കാനുള്ള പുണ്യവസ്തുവാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തലയിൽ ചൂടാനുള്ള അലങ്കാര വസ്തുവാണ്. ഒരു കാമുകന് പ്രിയതമയ്ക്ക് സമ്മാനിക്കാനുള്ള പ്രേമ സമ്മാനമാണ്. ഒരു നിശാശലഭത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഭക്ഷിക്കാനായി തേനും പൂമ്പൊടിയും നിറച്ചു വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ്. ചിലർ അതിൻ്റെ സുഗന്ധത്തെയും മറ്റു ചിലർ ഇതിൻ്റെ നൈർമല്യത്തെയും ഇഷ്ടപ്പെടുന്നു. ഇത്തരം വ്യത്യസ്ത ചിന്താഗതികളുണ്ടെങ്കിലും ഇവരിലെല്ലാം അതൊരു മുല്ലപ്പൂവാണ് എന്ന അറിവ് ഏകത്വത്തോടെ നിലനിൽക്കുന്നു. ഈശ്വര സങ്കല്പവും ഏതാണ്ട് അതുപോലെയാണ്. ദേവന്റെ പരിവാരങ്ങൾക്ക് വിശേഷ മന്ത്രങ്ങളോടുകൂടി ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം എന്നിവ കൊണ്ട് പൂജിച്ച് ഹവിസ്സു നൽകുന്ന ചടങ്ങാണ് ഉത്സവബലി. ഇതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപമാണ് ശ്രീഭൂതബലി. ഇതിൻ്റെയും ചുരുക്കം രൂപമാണ് ശീവേലി. ഈ 3 തരം ബലികളിലും ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കണം എന്ന് നിർബന്ധമാണ്. ഇനി ദീപാരാധന കാഴ്ചയുടെ സമയമാണ്. കലിയുഗം വാഴും ഇത് പന്തളം തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം. സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ധ്യാനനിരതനായും ബാലസുബ്രഹ്മണ്യനായും ഇരുന്നിരുളുന്ന ദേവസ്ഥാനമാണ് തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം. കീർത്തനം പതിവായി പാടുന്ന മനസ്സിനുള്ളിൽ തിങ്ങുന്ന ഭക്തി തന്മയിൽ അനാദികാലം മുതൽക്ക് തന്നെ തുമ്പമൺ ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് ആശ്രയവും അഭയവും നൽകി കുടികൊണ്ടിരുന്നു. തുമ്പമൺ പ്രദേശത്തിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും കാരണം ഭഗവാൻ ശ്രീ കാർത്തികേയന്റെ അധിവാസമാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. പതിവായി പാടുന്ന മനസ്സിനുള്ളിൽ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി, ചെന്നീർക്കര എന്നീ വില്ലേജുകളിലായാണ് തുമ്പമൺ വടക്കുംനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യങ്ങൾ ഇപ്രകാരമാണ്. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് 2 ശ്രേഷ്ഠന്മാർ പൂർവജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമായി തങ്ങളുടെ സ്വദേശവും ഇല്ലവും വെടിഞ്ഞ് തെക്കു പടിഞ്ഞാറ് ദിശ നോക്കി പ്രയാണം ചെയ്തു. വളരെ കാലത്തെ യാത്രയ്ക്കു ശേഷം ഇരുവരും ചെങ്ങന്നൂർ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. ചെങ്ങന്നൂരിൽ എത്തിച്ചേർന്ന അവർ താന്ത്രിക വിദഗ്ധരും പൂജാതി കർമ്മങ്ങളിൽ പാണ്ഡിത്യമുള്ളവരുമായ തദ്ദേശവാസികളെ പരിചയപ്പെടുകയും അവരുടെ ഇല്ലങ്ങളിൽ താമസിച്ചു വരികയും ചെയ്തു. അക്കാലത്ത് ഒരു നാൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തെക്കുറിച്ച് അവർ അറിയുവാനിടയായി. ആറന്മുള ക്ഷേത്ര മാഹാത്മ്യത്തെക്കുറിച്ച് വളരെയേറെ മനസ്സിലാക്കിയ അവർ ചെങ്ങന്നൂരിൽ നിന്നും വഞ്ചിയിൽ യാത്ര ചെയ്ത് തിരുവാറന്മുളയിൽ എത്തുകയുണ്ടായി. ധാരാളം കൊട്ടാരങ്ങളും ഇല്ലങ്ങളും നിറഞ്ഞ പ്രദേശമായ തിരുവാറന്മുളയിൽ വച്ച് അവർ മഹാകവി വെണ്ണിക്കുളത്തിന്റെ മൂലകുടുംബത്തിൽപ്പെട്ടവരുമായി പരിചയത്തിലാകുകയും മഹാകവിയുടെ കുടുംബക്കാർ വെണ്ണിക്കുളത്ത് എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ഒരില്ലം പണികഴിപ്പിച്ച് അവരെ സ്ഥിരമായി താമസിപ്പിക്കുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ് ഉത്തരദേശത്തു നിന്നും ബ്രാഹ്മണരുടെ ആശ്രിതരിൽപ്പെട്ടവർ കുടുംബസമേതം വെണ്ണിക്കുളത്ത് വരികയും അവർക്ക് വസ്തുവകകളും മറ്റും നൽകി അവരെ അവിടെ സ്ഥിര താമസക്കാരാക്കിയതായും വിശ്വസിക്കപ്പെട്ടു വരുന്നു. ഏറെക്കാലത്തിനു ശേഷം വെണ്ണിക്കുളം ദേശത്തെ താമസം തൃപ്തികരമല്ലാത്തതിനാലാകാം അവർ വെണ്ണിക്കുളത്തെ വാസം മതിയാക്കുകയും വീണ്ടും പ്രയാണം ആരംഭിക്കുകയും ചെയ്തു. അച്ചൻകോവിൽ ആറിലൂടെയായിരുന്നു യാത്ര. മാർഗമധ്യേ ഒരു സന്ധ്യാനേരം ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ തെക്കുഭാഗത്തായുള്ള കടവിൽ എത്തിച്ചേരുകയും ചെയ്തു. ഈ സമയം ജ്ഞാനദൃഷ്ടിയുണ്ടായിരുന്ന ബ്രാഹ്മണർക്ക് ഒരു ഉൾവിളിയുണ്ടായി. ഈ പ്രദേശത്ത് പണ്ട് ക്ഷേത്രമുണ്ടായിരുന്നതായും പ്രദേശത്ത് ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നുവെന്നും അവർ സ്ഥലവാസികളെ അറിയിച്ചു. അതിനാൽ ഈ പ്രദേശത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു എന്നും അങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന വടക്കുംനാഥ ക്ഷേത്രം ഉണ്ടായതെന്നുമാണ് ഐതിഹ്യം.
തുമ്പമൺ ശ്രീ വടക്കുംനാഥ സേവാസമിതിയുടെ ഭരണത്തിന് കീഴിലുള്ള ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന് ഒരു മഹത്തായ ചരിത്രം അവകാശപ്പെടാനുണ്ട്. അത് ഇങ്ങനെയാണ്. ഒരു കാലത്ത് പന്തളം രാജാവിന്റെ അധീനതയിലായിരുന്ന ക്ഷേത്രഭരണം ഇടപ്പള്ളി സ്വരൂപത്തിന് കീഴിലാകുകയുണ്ടായി. പിന്നീട് ചെന്നീർക്കര രാജകുടുംബത്തിന് കീഴിലായ ക്ഷേത്രഭരണം രാജകുടുംബത്തിന്റെ അധപതനത്തെ തുടർന്ന് തുമ്പമണ്ണിലെ 8 കരകളിൽപ്പെട്ട ഹൈന്ദവർ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു. ഭരണം നടന്നുകൊണ്ടിരിക്കെ കരക്കാർ പരസ്പരം കലഹിക്കുകയും അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തൽഫലമായി ക്ഷേത്രഭരണം സ്തംഭിച്ചു. ക്ഷേത്രത്തിന്റെ അവസ്ഥ മോശമാകാതിരിക്കുന്നതിനായി വെലേനിക്കൽ കുടുംബക്കാർ ഭരണം ഏറ്റെടുക്കുവാൻ തയ്യാറായി എങ്കിലും കരക്കാർ ഭരണം വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. തൽഫലമായി വെലേനിക്കൽ കുടുംബവും കരക്കാരും തമ്മിൽ കേസ് നിലനിൽക്കുകയും ചെയ്തു. ഒടുവിൽ തുമ്പമണിലെ താഴം, മുട്ടത്തുകോണം, ചെന്നീർക്കര, ഏറം, നരിയാപുരം, മാമ്പിലാലി, നടുവിലെ മുറി, മുട്ടം എന്നീ 8 കരകളിലെയും ഹൈന്ദവർ ഉൾപ്പെട്ട ഒരു സേവാസംഘം രൂപീകരിക്കുകയും ക്ഷേത്രഭരണം അവരിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു. 2 പ്രധാന ശ്രീകോവിലാണ് തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളത്. വടക്കേ ശ്രീകോവിൽ, തെക്കേ ശ്രീകോവിൽ എന്നിങ്ങനെയാണ് അവ അറിയപ്പെടുന്നത്. താരകാസുര വധം കഴിഞ്ഞ് ധ്യാനനിരതനായിരിക്കുന്ന സുബ്രഹ്മണ്യനാണ് വടക്കേ ശ്രീകോവിലിലെ പ്രതിഷ്ഠയെന്ന് വിശ്വസിച്ചു വരുന്നു. വേൽധാരിയായ ബാലസുബ്രഹ്മണ്യനാണെന്നാണ് വിശ്വസിച്ചു വരുന്നത്. തെക്കുംനാഥൻ എന്നുകൂടി അറിയപ്പെടുന്ന ഇതിന്റെ സ്ഥാപനത്തിനു പിന്നിൽ ചെന്നീർക്കര രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണുള്ളത്. അത് ഇത്തരത്തിലാണ്. ചെന്നീർക്കര രാജകുടുംബത്തിൽ വച്ച് ആരാധിച്ചിരുന്ന ദേവനായിരുന്നു ഇവിടുത്തെ ബാലസുബ്രഹ്മണ്യൻ. പിൽക്കാലത്ത് രാജകുടുംബത്തിന് അനന്തരാവകാശികൾ ഇല്ലാതിരുന്നതിനാൽ പൂജാവിധികൾ തുടർന്നു കൊണ്ടുപോകുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ഇതിനെ തുടർന്ന് ഇവിടെ വടക്കുംനാഥന്റെ തെക്കുഭാഗത്ത് ബാലസുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും ചെയ്തു പോന്നു എന്നാണ് ഐതിഹ്യം. പ്രസിദ്ധ സംസ്കൃത കാവ്യനാടകമായ ആശ്ചര്യ ചൂടാമണിയുടെ രചയിതാവായ ശക്തിഭദ്രന്റെ കാലത്താണ് തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ശ്രീകോവിൽ പണിതതെന്ന് വിശ്വസിച്ചു പോരുന്നു. തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ 2 ശ്രീകോവിലുകളുടെയും ചുവരുകൾ വളരെയധികം സവിശേഷതകളോട് കൂടിയതാണ്. വളരെ അപൂർവമായി മാത്രം കണ്ടുവരാറുള്ള ദാരുശില്പങ്ങളാൽ അലങ്കൃതമാണ് ക്ഷേത്രത്തിന്റെ വടക്കേ ശ്രീകോവിലിന്റെ ചുവരുകൾ. പുരാണ ഇതിഹാസങ്ങളിലെ സുപ്രധാന കഥാഭാഗങ്ങൾ ശ്രീകോവിലിന് ചുറ്റിനും ആലേഖനം ചെയ്തിരിക്കുന്നു. ചില സുപ്രധാന കഥാഭാഗങ്ങൾ വെണ്ണക്കല്ലിൽ പണിതീർത്ത് നിർമ്മിച്ചിട്ടുള്ള തെക്കേ ശ്രീകോവിലിന്റെ പുറംഭിത്തിയിൽ വളരെ മനോഹരമായി ചുവർ ചിത്രങ്ങൾ തീർത്തിരിക്കുന്നു. മധ്യ തിരുവിതാംകൂറിലെ അതിപുരാതനവും പ്രശസ്തവുമായ ഒരാരാധനാ കേന്ദ്രമായ തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം ശങ്കരാചാര്യ സ്വാമികളുടെ പാദസ്പർശത്താൽ പവിത്രമായ ഒരു ദേവസ്ഥാനം കൂടിയാണ്. 1-ാം ശക്തിഭദ്ര രാജാവിന്റെ കാലത്ത് ശങ്കരാചാര്യ സ്വാമികൾ ഏതാനും ദിവസം പന്തളത്തിനടുത്തുള്ള കൊടുമൺ കോയിക്കൽ കൊട്ടാരത്തിൽ വിശ്രമിക്കവേ തുമ്പമൺ വടക്കുംനാഥ ക്ഷേത്രം സ്ഥാപിതമായ വിവരമറിയുകയും വടക്കുംനാഥനെ ദർശിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ക്ഷേത്ര ദർശനത്തിനെത്തിയ സ്വാമികളെ എല്ലാ മഠങ്ങളിൽ നിന്നുള്ളവരും കരപ്രമാണിമാരും ചേർന്ന് പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കുകയും ക്ഷേത്ര ദർശനത്തിലൂടെ അദ്ദേഹം സംപ്രീതനായെന്നുമാണ് വിശ്വാസം. ഹൃദയത്തേൻ കാവടി രമയും കാമധേനുവും രവിയും ഭൂമി ദേവിയും അഗ്നിയും വടക്കുംനാഥ ക്ഷേത്രമെന്നറിയപ്പെടുന്നതിനാൽ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് എന്നൊരു സംശയം നിലവിലുണ്ടെങ്കിലും നൂറ്റാണ്ടുകളായി 2 ശ്രീകോവിലുകളിലും സുബ്രഹ്മണ്യ പൂജ തന്നെയാണ് നടന്നുവരുന്നത്. വട്ട ശ്രീകോവിലിലാണ് സുബ്രഹ്മണ്യ സ്വാമി കുടിയിരിക്കുന്നത്. കിഴക്കു ദർശനമായാണ് ഭഗവാൻ ഇവിടെ ഭക്തജനങ്ങൾക്ക് ദർശനമരുളുന്നത്. ചെങ്ങന്നൂർ താഴമൺ ഇല്ലത്തിനാണ് ഇവിടെ തന്ത്രാധികാരം.
നിത്യപൂജകൾ കൂടാതെ ഇവിടെ വിശേഷാൽ പൂജകളുമുണ്ട്. സർവ അഭീഷ്ട സിദ്ധിക്കായുള്ളതും ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നതുമായ ഷഷ്ടിവ്രതം എല്ലാ മാസവും നടത്തിവരുന്നു. മകരമാസത്തിലെ തൈപ്പൂയ നാളിൽ വിശേഷാൽ പൂജകളും മറ്റും നടത്തിവരുന്നു. കാവടി ഘോഷയാത്രയാണ് തൈപ്പൂയത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന പ്രധാന ആഘോഷ ചടങ്ങ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള പറക്കെഴുന്നള്ളിപ്പ് സവിശേഷമാർന്നതാണ്. കരക്കാരുടെ ഒത്തൊരുമയിൽ നടത്തപ്പെടുന്ന എഴുന്നള്ളിപ്പ് ഒരു നാടിന്റെ ഐക്യത്തെയും കൂട്ടായ്മയെയും വിളിച്ചോതുന്നു. മീനമാസത്തിൽ ഉത്രാടം പ്രധാനമായി നടത്തപ്പെടുന്ന ഉത്സവമാണ് ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. ഉത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന കെട്ടുകാഴ്ച ഉത്സവ ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറം പകരുന്നു. ഉത്രാട മഹോത്സവത്തെ കൂടാതെ ശിവരാത്രിയോടനുബന്ധിച്ച് ഉരുൾച്ച വഴിപാട്, സ്കന്ദഷഷ്ഠി എന്നിവയും പ്രധാനമായി ആഘോഷിച്ചു വരുന്നുണ്ട്. മുഖ്യദേവനായ വേലായുധസ്വാമിയെ കൂടാതെ ശിവൻ, ഗണപതി, ശാസ്താവ്, മലയാലപ്പുഴ അമ്മ, ദക്ഷിണാമൂർത്തി, മഹാവിഷ്ണു, യക്ഷിയമ്മ, ബ്രഹ്മരക്ഷസ്, മൂർത്തി, നാഗയക്ഷി, നാഗരാജാവ് എന്നിവരും തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആരാധനാമൂർത്തികളായുണ്ട്. ഒരു ഗ്രാമത്തിനാകെ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് വിരാജിക്കുന്ന തുമ്പമൺ ശ്രീ വടക്കുംനാഥനെ തൊഴുതുമടങ്ങുന്ന ഓരോ ഭക്തനും നേടുന്നത് ഒരു ജന്മത്തിന്റെ മുഴുവൻ സുഹൃതമാണ്, സായുജ്യമാണ്. കല്ലിലും മണ്ണിലും ചേറിലും മണലിലുമെല്ലാം പരതി കുടിനീരും ആഹാരവും സമ്പാദിച്ചു വളരുന്ന ചെടികൾ പൂക്കളിലൂടെ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്നു. അതുപോലെ സ്വന്തം പ്രാരാബ്ധങ്ങൾക്കിടയിലും അന്യനു വേണ്ടി പുഞ്ചിരിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.